അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബലിപെരുന്നാൾ ദിവസത്തിലും തുടർന്നുള്ള അയ്യാമു തശ്രീക്കിന്റെ 3 ദിവസങ്ങളിലും ചെയ്യേണ്ട മഹത്തായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ദിവസങ്ങളെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ ദിവസങ്ങൾ ഭക്ഷണപാനീയങ്ങളുടെയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല. ഈ ദിവസങ്ങൾ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയും ധാരാളമായി അള്ളാഹുവിന് വേണ്ടി ദിക്റുകൾ ചൊല്ലുകയും ചെയ്യുക. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമെല്ലാം നിർബന്ധമായും നാം പെരുന്നാളിൻ്റെ തക്ബീർ ചൊല്ലുക. ധാരാളമായി അയ്യാമു തശ്രീക്കിൻ്റെ ദിവസവും അതുപോലെ പെരുന്നാൾ ദിവസവും, അതായത് ദുൽഹിജ്ജ 10, ദുൽഹിജ്ജ 11, ദുൽഹിജ്ജ 12, ദുൽഹിജ്ജ 13 എന്നീ ദിവസങ്ങളിൽ ധാരാളം പെരുന്നാളിൻ്റെ തക്ബീറുകൾ നാം ചൊല്ലണം. അതുപോലെ ഉൽഹിയ കർമ്മം നിർവഹിക്കണം. നോമ്പ് അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല. അതിനുശേഷം നാം ചെയ്യേണ്ട രണ്ട് പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 200, 201 എന്ന 2 ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞ മഹത്തായ 2 പ്രാർത്ഥനയാണ്. ഈ 2 പ്രാർത്ഥന അയ്യാമു തശ്രീക്കിന്റെ ദിവസങ്ങളിൽ നാം ചൊല്ലേണ്ട പ്രാർത്ഥന പറയാം. റബ്ബന ആതിന ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ 2 പ്രാർത്ഥന ഒന്നുകൂടി പറയാം. റബ്ബന ആതിന ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ 2 പ്രാർത്ഥന കൂടി ധാരാളം അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.